ഹായ് ഫ്രണ്ട്സ്, സച്ചിൻ്റെ എവിടെയും ചെമ്മിൻ്റെ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളിൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രുതിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി പറയുവാണ്, അതായത് പൂക്കാരിയുടെ അനിയത്തി, അതായത് രേവതിയുടെ അനിയൻ തന്നെയാണ് ഇത് കട്ടെടുത്തേക്കെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് രേവതിയുടെ കൂടെ അറിവോടെ തന്നെ നടന്നതാണ്, അല്ലാതെ ഇത് നടക്കത്തില്ല, നമുക്ക് നല്ല ഉറപ്പാണെന്ന് പറയാം. എന്താണ് കുഴപ്പമില്ല. കാരണം പണ്ട് ഞാൻ പൈസ കട്ടെടുത്തെന്ന് പറഞ്ഞ് സച്ചി കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി, എന്നെ അടിക്കാനൊക്കെ ഓടിച്ചിട്ട് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്താണ് വീട്ടിൽ കിടന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കിയത്. ഈ കേസ് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, വീട്ടിൽ പിടിപ്പിച്ചിട്ട് ഉള്ളത് കാര്യമെന്ന് പറയുമ്പോൾ ഉടനെ രേവതി പറയുക, ശ്രുതി പറയുക അങ്ങനെയൊന്നും വേണ്ട. അതായത് ശ്രുതി അടവെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊന്നും വേണ്ട ശ്രുതി, അത് ചെയ്യേണ്ട, അത് മോശമല്ലേ എന്ന് പറയുമ്പോൾ എന്ത് മോശം? കാരണം ഞാൻ എനിക്ക് അറിയാണ്ട് പറ്റിയ ഒരു തെറ്റിന് വേണ്ടി ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദനകളുണ്ട്. പക്ഷേ ഇത് ഇവരറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ശ്രുതിയും സച്ചിയും രേവതിയും ശരത്തെല്ലാം ചെയ്ത തെറ്റാണ്. ആ തെറ്റ് നമുക്ക് അറിഞ്ഞേ പറ്റൂ. മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ പറയാണ്ടിരുന്നെങ്കിൽ, നമ്മൾ പറയാണ്ടിരുന്നെങ്കിൽ വേറെ കുഴപ്പമുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ ഓൾറെഡി 1 മില്യൺ വ്യൂവേഴ്സ് കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മളിത് പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണെന്ന് അമ്മ തെറ്റിദ്ധരിക്കും. ഇത് പറഞ്ഞാൽ പറ്റുമോ? നീ പോയി എനിക്കിവിടെ തിരക്കുള്ളതുകൊണ്ട് നീ പോയി തന്നെ പറ ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അപ്പോഴത്തേക്കും അടുത്ത സീൻ കാണിക്കുന്നത് ബാമയുടെ വീടാണ്. ബാമയുടെ വീട് കാണിക്കുമ്പോൾ ബാമയുടെ വീട് അവർ രണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ബാമയും ചന്ദ്രമതിയും ചർച്ച ചെയ്യുന്നുണ്ട്. പിള്ളേരാരും വരുന്നില്ല, എന്താ ചെയ്യാനോ പറഞ്ഞിപ്പം നമ്മളെങ്ങനെ പിള്ളേരെ പിടിക്കാനാ? ഞാൻ പോയി ഇറങ്ങി, ഞാൻ ടീച്ചറായിട്ട് ഇറങ്ങി പിടിക്കാൻ പറ്റുമോ? എന്നെ ഡാൻസ് ക്ലാസ്സിൽ എങ്ങനെ ഇത് പിള്ളേരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ബാമയോട് ചോദിക്കുക, നീ ഒന്ന് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല, ഞാൻ പോകത്തില്ല, നീ തന്നെ പോകും ബാമയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ഈ ഡാൻസ് ക്ലാസ്സിൽ പിള്ളേർ വരാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി വന്നിട്ട് ചോദിക്കും, ആൻറ്റി ഒരു കാര്യം പറയാനുണ്ട് ആൻറ്റി, എനിക്കാണെങ്കിൽ നിന്നിട്ടൊക്കെ ഉറക്കം വരുന്നില്ല, ഒരു സമാധാനം വരുന്നില്ല, അതായതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നെ ശ്രുതി പറ്റി, എന്നെ പറ്റിയ കുഴപ്പം എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതങ്ങനെ ഞാൻ ആൻറ്റിയോട് പറയും, ആൻറ്റിയോട് അങ്ങനെ പറയുമെന്ന് ചോദിക്കുമ്പോഴത്തെ എന്തായാലും പറ എന്ന് പറയാം. ഞാൻ പറയുന്നില്ല, എന്താണ് ഇത് കണ്ടു നോക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടു നോക്കുവാണ്. അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദ്യം ചന്ദ്രമതി നടന്നു വരുമ്പോഴത്തേക്ക് ഭാമൻ ചോദിക്കും, ഇത് ചന്ദ്രമതിയല്ലേ, നീ ഇപ്പം അവിടെ അഭിനയിച്ചേ, ഇത് ഏത് സിനിമ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ഇത് ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ ഇത് CCTV ക്യാമറ നാളെ ക്യാപ്ചർ ചെയ്ത് അപ്പം പറയുവാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ കിട്ടി ശ്രുതി എന്നതിനോട് ചോദിച്ചാൽ അതൊക്കെ പറയാൻ ആൻറ്റി, അത് ബാക്കി കാണുന്നു പറയാം. അപ്പം പെട്ടെന്ന് ഒരാൾ വന്ന് ബാഗ് തട്ടിയെടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ബാഗ് തട്ടിയെടുക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഭാമ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇതാരാ, ഇത് ഇവനെ ഉടനെ പറയും, ശ്രുതി പറയുമ്പോൾ ആൻറ്റി ബാക്കിയും കൂടെ കാണാൻ ആൻറ്റി ശ്രദ്ധിക്കുക, കാരണം എവനാണെങ്കിലും ശരി അവൻ്റെ ചെവിക്കിലടിച്ചിട്ടേ ഉള്ളൂ, കാരണം അത്ര രീതിയിൽ എനിക്ക് വിഷമമുണ്ടായ ഒരു സാഹചര്യം അതെന്നുള്ള രീതിയിൽ പറയുവാണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുവാണ്, ഞാൻ ഈ കാശ് അവിടെ എത്തിക്കാത്തതുകൊണ്ട് എൻ്റെ ബാങ്കിൽ നിന്ന് എന്നെ എത്ര അപമാനിപ്പിച്ചെന്നറിയാം, എന്നെ എത്ര രീതിയിൽ എന്നെ തള്ളിയെന്നറിയാം, അവർ ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയിലെല്ലാം സംസാരിക്കും, കാര്യങ്ങളെല്ലാം ചെയ്ത് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിലുള്ള ഞാൻ ചാകേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ സമയത്തെന്ന് പറഞ്ഞ്. ഉടനെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ബാഗ് എടുത്തുകൊണ്ട് പോയിട്ട് ബാഗിൻ്റെ അകത്ത് ക്യാഷ് എടുത്തിട്ട് ബാഗ് വലിച്ചെറിഞ്ഞിട്ട് ഹെൽമെറ്റ് ഊരുമ്പോഴത്തേക്ക് ശരത്തിൻ്റെ മുഖം കാണുകയാണ്. അയ്യോ, അത് ചന്ദ്രമതിയുടെ മുഖം കണ്ണൊക്കെ ഉരുണ്ടും അല്ലാണ്ട് രീതിയിൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ നിൽക്കുവാണ്. കാരണം സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നു. ഇവനാണെന്നുള്ളത് അങ്ങനെയാണ്. ഉടനെ ഭാമ എടുത്തിരുന്നത്, ഇത് മറ്റേ നമ്മുടെ രേവതിയുടെ അനിയനല്ലേ, ഇവനാണ് ഈ പരിപാടി കാണിച്ചേ, അത് കൊള്ളാലോ, ഇവനിങ്ങനെ കാണിക്കേണ്ട കാര്യം എന്നാ എന്നുള്ള ഇത് കൊണ്ട് ചന്ദ്രമതി പേരുന്ന് ചാടി അത് കാലിതുള്ളി എഴുന്നേറ്റിട്ട് വന്ന് പറയാം, അല്ലെങ്കിൽ ആ പൂക്കാരിയുടെ അനിയൻ അങ്ങനെ ചെയ്തില്ലല്ലോ, അതിശയമുള്ളൂ, അവനൊക്കെ എൻ്റെ കുടുംബത്തിൽ കയറി ചെയ്തല്ലേ, അവനൊക്കെ ഞാൻ വെറുതെ വിടത്തില്ല. നീ ഭാമ പറയണം, ചന്ദ്രമതി എന്തിനാ അവൻ ചെയ്യുന്നതെന്ന് പറയാം, ചെയ്യാതെ തന്നെ അതിശയം തന്നെ ഇരിക്കുന്നത്, അവനൊക്കെ ഞാൻ ചാകാതെ രക്ഷപ്പെട്ടതാണ് ആ ഒരു സിറ്റുവേഷൻ, അത്ര രീതിയിലൊരു സിറ്റുവേഷനായിരുന്നു അത് എന്ന് പറയാം. അത് ഞാൻ ഇത് ഏതൊക്കെയാലും ചോദിക്കാതെ വിടത്തില്ല, ഞാൻ ഏതൊക്കെയാലും ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് ചന്ദ്രമതിയില്ല
രേവതിയുടെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഉടനെ ശ്രുതി പറയാണ് ആൻറ്റി ഇത് പോകണ്ട, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്ക് അറിയാമല്ലോ അവിടെ പോയി ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്നെ പറയുന്നത് ഞാൻ ഇത്രയും സഹിച്ചിട്ട് അല്ല ഇത്രയും ഈ അപമാനപ്പെട്ടിട്ട് ഞാൻ ഇതിനു വേണ്ടി ഞാൻ പിന്നെയും അവിടെ പോയി അവരുടെ മുമ്പേ വെറുതെ നിൽക്കണം, ഞാൻ വെറുതെ വിടണം ഈ കേസ്, കാരണം അവനെ ഞാൻ പോലീസ് പിടിപ്പിച്ചിട്ടുള്ളൂ, അവനെ ഞാൻ വെറുതെ വിടത്തില്ല, ആ കുടുംബത്തെ വെറുതെ വിടത്തില്ല, ഒന്നുമില്ലാത്ത കുടുംബത്തിൽ കയറി വന്നിട്ട് ഭയങ്കര രീതിയിൽ നമ്മളോട് ഭയങ്കര രീതിയിൽ ഈ ചെയ്യത്തില്ലേ. മാത്രമല്ല ഇത് എൻ്റെ പൈസ മാത്രമല്ല സച്ചിയുടെ ബാഗും കൂടെ എന്നെ എടുത്തുകൊണ്ട് പോയത് അവനാന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. സച്ചിയുടെ ബാഗും എടുത്ത് സച്ചിയുടെ ബൈക്കും കൂടെ എടുത്ത് അവനാന്ന് തോന്നുന്നു. കാരണം എനിക്ക് അത് തന്നെ എനിക്ക് സംശയമുണ്ട്. അവനെ ഞാൻ വെറുതെ വിടത്തില്ല, അവനെ ഞാൻ ഇല്ലാതാക്കും, ഞാൻ നോക്കി അവനെ കാണിച്ചു കൊടുക്കുക. ശ്രുതി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ആൻറ്റി വേണ്ട എൻ്റെ ആവശ്യമില്ലാത്ത വിഷയമൊന്നും ഉണ്ടാക്കുക. ശ്രുതി മര്യാദയ്ക്ക് വരുന്നുണ്ടോ? കാരണം ഞാൻ പറഞ്ഞു തന്നെ ശ്രുതി മര്യാദയ്ക്ക് വാ, എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി ആൻറ്റി പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിയും എൻ്റെ കൂടെ ഇവളുടെ കൂടെ പോവാണ്, ചന്ദ്രമതിയുടെ കൂടെ പോവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഏറ്റ് കൊള്ളാം, നല്ല രീതിയിൽ പണി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല, അവർ തന്നെ അടിച്ച് കയറിക്കോളും, അവർ തന്നെ നമ്മൾ നോക്കി നിന്നാൽ മാത്രം മതി എന്നുള്ള, അതായത് കാണികളായിരുന്നാൽ മാത്രം മതി, അത് കളിക്കളത്തിൽ വേറെ ആൾക്കാരെ 2 പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോളും എന്നുള്ള രീതിയിലാണ്. ഇപ്പം നമ്മുടെ ശ്രുതിയുടെ ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നവീൻദാസിൻ്റെ ശല്യം മാറ്റണം. അതായത് ഇപ്പം ആൻ്റണിക്ക് സംഭവം കിട്ടിയല്ലോ, അതായത് വീഡിയോ കിട്ടി, ശരത്തിനുള്ള പണിയായി, സച്ചിക്കുള്ള പണിയായി, രേവതിക്കുള്ള പണിയായി. അതുകൊണ്ട് ഇനിയിപ്പം നവീൻദാസിനെ ആൻ്റണി കൈകാര്യം ചെയ്യുന്നുള്ളൊരു തോന്നലിലാണ് ഈ സച്ചി അല്ല ശ്രുതിയും ആൻ്റണിയും ചേർന്ന് ഈ കളി കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഇപ്പം ശ്രുതി പറയാം അതൊക്കെ പോയേക്കാന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്രമതിലൂടെ പോവാണ് നമ്മുടെ ശ്രുതി. അടുത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ആൻ്റണി വഴിയിൽ നിൽക്കുകയാണ്. ആൻ്റണിയും ഗുണ്ടകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ശിങ്കടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ, അതായത് ശരത്തിനെ കാത്തിരിക്കുകയാണ്. അപ്പം അവനെ കാണുന്നില്ലോ ആൻ്റണി എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ വരും, അതായത് ഈ വഴി വരുമെന്നുള്ളതാണല്ലോ പ്രേംജിത്ത് വിളിച്ച് പറഞ്ഞത്, നമുക്ക് നോക്കി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശരത്ത് അതിൽ വരുവാണ്. ശരത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ശരത്തിനെ പിടിച്ചിരുത്തി നിൽക്കടാ ശരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ശരത്ത് നീ എന്തിനാണ് എന്നെ പിടിച്ച് നിർത്തുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് നിൽക്കി ഒരു കാര്യം പറയട്ടെ എന്ന് പറയാം. നീ എന്തിനാ എന്നെ പിടിച്ചിരുത്തുന്നത്, ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ എന്തിനാണ് സംസാരിക്കുക, നീ ആയിട്ടുള്ള കൂട്ടും ആര്യങ്ങളെല്ലാം വിട്ടതല്ലേ, നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചില്ല, നീ എൻ്റെ ചേച്ചീനെ നീ അടിച്ചതല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല കേട്ടോ, ഞാനത് മറന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ മറക്ക ശരത്തെ, നീ ഇപ്പം നിന്നെ ഞാൻ എന്നാ ചെയ്യാനാണ്, കാരണം ഞാൻ കാര്യമുള്ള കാര്യം കൊണ്ട് മാത്രമേ നിൽക്കാറുള്ളൂ, ഇപ്പം ഞാൻ അങ്ങനെയൊന്നും നിൻ്റെ അടുത്ത് വരാറില്ലല്ലോ, ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് തക്കതായിട്ടുള്ള കാരണമുണ്ട്. എന്താ കാരണം എന്ന് പറയുമ്പോൾ നിന്നെ ഞാനൊരു സംഭവം കാണിക്കാൻ വേണ്ടി പോവാണ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം, നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്ന പറയാം. ഏത് വീഡിയോ എന്ന് ചോദിക്കും. അപ്പം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്ന പറഞ്ഞ് അവർ വീഡിയോ കൊടുക്കുകയാണ്. വീഡിയോ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു വീഡിയോ കാണുന്ന പറയുമ്പോൾ അന്ന് വണ്ടി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ ശിങ്കടി പിടിച്ച് നീ കണ്ടിട്ട് പോവോ പറയുമ്പോൾ അങ്ങനെ വീഡിയോ കാണിക്കും. വീഡിയോക്കകത്ത് ശരത്ത് ഇങ്ങനെ ക്യാഷ് അടിച്ച് മാറ്റിക്കൊണ്ട് പോന്നിട്ടുള്ള സീൻ ശരത്ത് കാണുവാണ്. ശരത്ത് കാണുമ്പോഴത്തേക്ക് ശരത്ത് ചോദിക്കുകയാണ്, എടാ നീ എന്നെ ചതിച്ചില്ലടാ, നീ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ വൈറലാക്കിയല്ലടാ എന്ന് ചോദിച്ചു. ഉടനെ നീയാണ് ഇപ്പം ട്രെൻഡിങ് മോനെ, നീയാണ് ട്രെൻഡിങ്, കാരണം നീ ഇപ്പം ഇതിൻ്റെ അകത്ത് വൈറലായിട്ടുണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, നിൻ്റെ കാര്യം പോക്കാടാ മോനെ, നിന്നെ പോലീസ് കൊണ്ടുപോകും, നിന്നെ കൈകാര്യം ചെയ്യേണ്ടവരെല്ലാം കൈകാര്യം ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ആൻ്റണി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എടാ നീ എന്നെ ചതിച്ചിട്ട് ഞാൻ വെറുതെ വിടത്തില്ലടാ ആൻ്റണി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനല്ല ചതിച്ചത്, കാരണം ഇത് എൻ്റെ അടുത്ത് എങ്ങനെ വിടാം, അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനതിൽ ഉൾപ്പെട്ടല്ലേ, ഞാനും നീയും കൂടെ ചേർത്തല്ലേ ചെയ്യുന്നത്, പക്ഷേ എൻ്റെ മുഖം കാണാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ അകത്ത്, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വീഡിയോ പുറത്ത് വിട്ടേക്കുന്നത് നിൻ്റെ അളിയനായ സച്ചിയടുത്ത് ഈ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ, സച്ചിയാണ് പുറത്ത് വിട്ടേക്കുന്നത്. ഒന്നും പറയാം ശരത്ത് പറയാം ഇല്ല സച്ചിയേട്ടൻ ഒരിക്കലും ചെയ്യത്തില്ല, എനിക്ക് നല്ല ഉറപ്പാണ്, കാരണം സച്ചിയേട്ടൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ ഇതിന് മുമ്പേ ഈ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ സച്ചിയേട്ടൻ എൻ്റെ ചേച്ചിയെ പോലും കാണിച്ചിട്ടില്ല, നീ കള്ളത്തരം പറയണ്ടെന്ന് പറയാം. ഒന്നാണ് ആൻ്റണി പറയുക, എടാ എല്ലാവരും ചെയ്യുന്നത് നിന്നെ ബ്ലെയിം ചെയ്ത് വെച്ചേക്കണം, എല്ലാം നിന്നെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞു വെച്ചേക്കുക, അവൻ തന്നെ ആവശ്യ സമയത്ത്, കാരണം എല്ലാം ഇത്ര നാൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഇപ്പം എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ എന്തെങ്കിലും പണി വെക്കുക എന്നുള്ളത് മാത്രമല്ല, ഇല്ല സച്ചേട്ടൻ്റെ ഫോൺ കളഞ്ഞു പോയി, ആ ഫോൺ നീ എടുത്തിട്ട് നീയാണ് ഇത് ലീക്ക് ചെയ്ത് അത് എടാ അത് നിൻ്റെ അളിയൻ്റെ ഒരു അടവല്ലേ, കാരണം കഴിഞ്ഞാൽ ഈ ഫോൺ കളഞ്ഞു പോയി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അടവല്ലേ, അല്ലാതെ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ, അല്ല നിൻ്റെ കൂടെ നിൽക്കുമെന്ന് ഓർത്തിട്ടാണ്.
അവൻ തക്ക സമയത്ത് പണിയണമെന്ന് വെച്ച് പണിതു, അല്ലാതെ വേറൊന്നുമല്ല. നീ നീ കണ്ടോ, നീ നോക്കിക്കോ, കാരണം അവൻ തന്നെയാണ് പണിത് വെച്ചതെന്ന് പറഞ്ഞാൽ ഇല്ല, സച്ചേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല, സച്ചേട്ടൻ എൻ്റെ ചേട്ടനെ പോലെയാണ്, അത്ര രീതിയിൽ സച്ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, സച്ചേട്ടൻ ആരൊക്കെ എന്ത് ചെയ്യുന്നു ഞാൻ സച്ചേട്ടനെ അവിശ്വസിക്കത്തില്ലടാ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വണ്ടിയെടുത്ത് പോവാണ്. ഉടനെ എൻ്റെ ശിങ്കടി പറയാം, എന്തായാലും അവനെ വെറുതെ വിടണ്ടായിരുന്നു, കാരണം അവൻ രണ്ടെണ്ണം കൊടുത്തിട്ട് എങ്ങോട്ടും വിട്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ആൻ്റണി പറയാം, നമ്മളെന്താ ചെയ്യാനാ, അവൻ പോട്ടെ, ഇപ്പോൾ പോട്ടെ, കാരണം അവനുള്ള പണി പിന്നെ കൊടുക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പണി പിറ്റേ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ വൈറലായിട്ടുണ്ട്, അവൻ ഇനി പോലീസ് പിടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, കാരണം അതത് ചന്ദ്രമതിയും കുടുംബക്കാരെല്ലാം അവനെ ഇല്ലാതാക്കിക്കോളൂ, നമ്മളൊന്നും ചെയ്യണ്ട. പോലീസിൽ പിടിച്ചുകൊണ്ട് പോയി ജയിലിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ നമ്മുടെ തന്നെ വരും, അപ്പം നമ്മളിനിയൊന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ആൻ്റണി പറയാണ്. അടുത്തായിട്ട് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ശരത്ത് വഴിയിലൊക്കെ വെച്ച് നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്ത് ചെയ്യണം, കാരണം ഞാനിപ്പോൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് എന്നെ പോലീസ് കൊണ്ടുപോകുമല്ലോ, കാരണം ഞാൻ നാട്ടുകാരെന്നെ ഇല്ലാതാക്കുമല്ലോ, ചേച്ചിക്ക് ഇനി അവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഒരുപാട് കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ശരത്ത് കടന്നു പോകുന്നത്. അപ്പോഴത്തേക്ക് അത് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീടാണ്. രേവതിയുടെ വീട് കാണിക്കുമ്പോഴത്തേക്ക് രേവതിയും ദേവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരത്ത് അങ്ങോട്ട് കയറി വന്നിട്ട് ചേച്ചി ഇന്നാന്ന് പറഞ്ഞ് സിം കൊടുക്കണം, അതായത് സച്ചിയുടെ ഫോൺ കളഞ്ഞു പോയില്ല, അപ്പം പഴയ സിമ്മിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് കൊടുക്കണം, അതേ നമ്പറാന്ന് പറയുമ്പോഴത്തേക്ക് നന്നായി എന്ന് പറയാം, അത് തന്നെ നല്ലത്, ദേവ് ഈ സിം എടുത്ത് സെറ്റിൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ തെറ്റെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സിം കൊടുക്കണം. അവിടെ അമ്മ പറയാണ്, കണ്ട എൻ്റെ മോൻ നല്ല ഇൻ്റലിജൻറ്റാണ്, അതേ സിം അതേ നമ്പരൊക്കെ എടുത്തുകൊണ്ട് വന്നതുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ദേവ് പറയണേ, അതൊക്കെ ഇപ്പോൾ ആരും എടുക്കും, ആരൊക്കെ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്, കാരണം അത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിലും അമ്മയുടെ മോനെ വിട്ടുകൊടുക്കത്തില്ലല്ലോ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും രേവതി നോക്കി ചിരിക്കുവാണ്. കാരണം ശരത്തിന് അത്ര രീതിയിൽ അമ്മയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഇത് കാണിക്കുന്നുണ്ടാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കി അടുത്ത് കാണിക്കുന്ന സീൻ കാണിക്കുന്നത് ഓട്ടോയിൽ വന്നിറങ്ങുന്ന ചന്ദ്രമതിനെയും ശ്രുതിനാണ്. ശ്രുതി കാശ് കൊടുത്ത് തീരുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രമതി ചാടി ഇറങ്ങി വന്നിട്ട് വീടിനകത്ത് കയറി വന്നിട്ട് തന്നെ രേവതി ഇരിക്കും, അമ്മേ എന്നെ ഇവിടെ വാ ഇരിക്കി ദേവു മാർഗെ കസരയൊന്നും ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ നിൻ്റെയൊക്കെ സ്വീകരണം ആർക്ക് വേണോടി, കാരണം മാറേ അങ്ങോട്ട് എന്തിരി നിൻ്റെ അനിയൻ എന്തിരിയെന്ന് ചോദിച്ചാൽ, എന്തിനാ അമ്മ അങ്ങനെ അന്വേഷിക്കുന്നു ചോദിക്കും, അവനെ അന്വേഷിക്കുന്നുണ്ട്, എന്തിനാ അവനെ വിളിക്കടി എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ അമ്മ അകത്തെന്ന് പറയാം, ചന്ദ്രമതി ഓടി വന്നിട്ട് ചന്ദ്രമതി എന്നാണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് ആരടി നിൻ്റെ മാൻ എന്തിയടി, മര്യാദയ്ക്ക് ഇറക്കി വിട്ടു അവൻ എനിക്കിത് കാണണം, അവൻ കാരണം കൊണ്ട് ഞാൻ അപമാനപ്പെട്ടത് ഉടനെ എന്ത് എനിക്ക് മനസ്സിലാകുന്നിരുന്നൊക്കെ രേവതിയും അമ്മയും ദൈവം എല്ലാം പറയുമ്പോഴത്തേക്ക് നീ ആദ്യം മര്യാദയ്ക്ക് അവനെ ഇറക്കി വിടുക, അവനെ ഒന്ന് കാണട്ടെ, ഞാനൊന്ന് കാണട്ടെ എന്നുള്ളത് പറയുമ്പോഴത്തേക്കും രേവതി വായിക്കുക, എന്താ അമ്മ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തിനാ പറയുന്നത്. ഉടനെ അങ്ങോട്ടത്തേക്ക് നമ്മുടെ ശരത്ത് വരുവാണ്. ശരത്ത് വന്നിട്ട് ചോദിക്കുവാണ്, എന്താ ആൻറ്റി എന്ന് പറയുന്നത്, എന്താ ആൻറ്റി എന്നോ മര്യാദയ്ക്ക് എന്നിട്ട് അവനെ പിടിച്ചെടുത്തിട്ട് കുറേ തോളത്തൊക്കെ കുറേ അടിക്കുവാണ്. അതായത് ചന്ദ്രമതി കുറേ അടിക്കുവാണ്. അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുവാണ്, നീ കാണിച്ച പോക്കൃത്തരം കണ്ട് ഞാൻ എന്താ അപമാനപ്പെട്ടെന്നറിയുമോ, ഞാൻ മറ്റുള്ളവരുടെ മുമ്പ് നാണം കെട്ട് എനിക്ക് കാശ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നീ അല്ല അങ്ങനെയൊക്കെ പറയാം. അപ്പോഴത്തേക്ക് പറഞ്ഞേ എന്താ കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഉടനെ ചന്ദ്രമതി അടിക്കുമ്പോഴത്തേക്ക് രേവതി കയറി പിടിച്ചിട്ട് പറയും, അമ്മേ നിർത്ത്, കാരണം ഞാൻ ഇത് ഒത്തിരി സഹിച്ചിരിക്കത്തില്ലെന്ന് ചോദിക്കുക, നീ എന്നെ അടിക്കൂടിയും ചോദിക്കുക. അണ്ണൻ ചന്ദ്രമതി ചോദിക്കുക അടിക്കൂടിയും ചോദിക്കുക, അത് സച്ചേട്ടൻ്റെ അമ്മയായിപ്പോയി, അത് അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളെ അടിച്ചേനെന്ന് പറയും. ഉടനെ ചന്ദ്രമതി അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പേടിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല, കാരണം അവൾ അടിക്കും ആ രീതിയിലാണെന്ന് പറഞ്ഞു. അണ്ണാ എന്താ സംഭവം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എൻ്റെ അനിയനെ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി അങ്ങനെ ഈ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അത് നമ്മുടെ ശരത്ത് ഈ കട്ടെടുക്കുന്നതായിട്ടുള്ള വീഡിയോ കാണുവാണ്. വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എങ്ങനെ എന്നറിയത്തില്ല. പെട്ടെന്ന് ശരത്തിൻ്റെ അമ്മ ഓടി വന്ന് ശരത്തിന് കുറേ ചെവിക്കലിനൊക്കെ അടിക്കുന്നുണ്ട്, ദേഹത്തടിക്കുന്നു, എല്ലാം. നീ കാരണം കൊണ്ട് അപമാനപ്പെട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കണം. നന്നായി വന്നുകൊണ്ടിരിക്കുമായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ചെയ്തോളാം എന്നറി അതെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട്
ഭയങ്കര കുറ്റപ്പെടുത്തൽ, അടിയും പിടി ബഹളമാണ്. ഉടനെ ലാസ്റ്റ് അത് കഴിഞ്ഞ് ശരത്ത് അപ്പുറത്ത് റൂമിലോട്ട് കയറി പോവാണ്. വന്നപ്പോഴത്തേക്ക് കണ്ടോടി നിൻ്റെയൊക്കെ കുടുംബത്തിൽ കാണിക്കുന്ന പരിപാടി നീയൊക്കെ, കാരണം നീയാണ്, എനിക്ക് 2 മരുമക്കളുണ്ട്, ആ 2 മക്കൾ കോടീശ്വരന്മാരാണ്, നീ വന്ന് കട്ടെടുക്കുന്ന, നീ വന്നതോ കട്ടെടുക്കുന്ന ഫാമിലി എന്നുള്ളൊരു പെണ്ണും, എങ്ങനെ സഹിക്കൂടി, എങ്ങനെയാണ് ഞാനിതൊക്കെ അറിഞ്ഞത് കൊണ്ട് നടക്കുന്നത്, നീയൊക്കെ കാണിച്ചു വെച്ചേക്കുന്ന ഓരോ തോന്നിയാസം കാരണം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, കാശേ തന്നില്ല എന്നെ, ഇതൊക്കെ വേറെ ആരും പറയില്ല, വീട്ടിൽ ഒരെണ്ണം ഇരിപ്പുണ്ടല്ലോ ഒരാൾ, അതായത് രവീന്ദ്രൻ, അതായത് എൻ്റെ കെട്ടിയവൻ, ആൾ കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര മാന്യമായിട്ടുള്ള കുടുംബമാണ്, അതായത് നീയല്ല പറയുന്നത് കഷ്ടപ്പെട്ട് വളർന്ന ഒരു ഫാമിലി എന്നൊക്കെ, ഇതാണ് കഷ്ടപ്പാട്, ഇങ്ങനെയാണ് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു. അവളെ രേവതിയും കുറേ പറയുമ്പോഴത്തേക്കും രേവതി ഓടിച്ചെന്നിട്ട് അടിക്കുവാണ് സച്ചിനെ, അല്ല ശരത്തിനെ അടിക്കുകയാണ്. നീ കാരണം എന്താണ് കാണിച്ചത്, നീ എന്താണ് ഇങ്ങനെ കാണിച്ച് എല്ലാവരെയും കൊണ്ട് അപമാനപ്പെട്ട് ജീവിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിൽ ശരത്തിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരത്ത് കാലേ വീണ് ചേച്ചി എന്നോട് ക്ഷമിക്കുന്നു പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയാണ്, നീ അവളുടെ കാലിലാണ് അടിപിടിക്കുന്നത്, എൻ്റെ കാലാണ് പിടിക്കണ്ടേ എന്ന് പറഞ്ഞ്, ഇനി എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചവിട്ടി അരയ്ക്കൂടാ എന്നുള്ള രീതിയിൽ പറയുവാണ് നമ്മുടെ ചന്ദ്രമതി പറയണം. അങ്ങനെ ആകെ മൊത്തം ഭയങ്കര സീനായിട്ട് നിൽക്കുന്നതാണ് അവിടെ നമ്മുടെ രേവതിയുടെ വീട്. ചന്ദ്രമതിയുടെ ദേഷ്യം അടങ്ങുന്നില്ല. ചന്ദ്രമതി ചോദിക്കുകയാണ്, നീയൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, കാരണം നീയൊക്കെ ഇങ്ങനെ കാശുണ്ടാക്കിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്, മേലാൽ നീയോ നിൻ്റെ ഫാമിലി എൻ്റെ കുടുംബത്തെ അടുക്കരുത്, മാത്രമല്ല നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. അതായത് ഒന്നാമത്തെ കാര്യം, നീ നിൻ്റെ അനിയൻ കട്ടെടുത്തു, എൻ്റെ ബാഗ് മോഷ്ടിച്ച്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നീ എൻ്റെ നേരെ കൈ ചൂണ്ടി സംസാരിച്ചു. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഇനി മേലെ എൻ്റെ കുടുംബത്തിൽ നീ കയറി, നീയോ നിൻ്റെ ആരും കയറിപ്പോരുത്, മാത്രമല്ല നീ എൻ്റെ മരുമോളല്ല, എൻ്റെ ഫാമിലിയിൽ നീ എൻ്റെ കുടുംബത്തിൽ നീ വരരുത്, മരുമോളായിട്ട് നീ വരണ്ട, നീ ഇവിടെ നിന്നാൽ മതി, അത് ഇനി ഒരിക്കലും നീ എൻ്റെ മരുമോളായിട്ട് വരണ്ട, ഇനി മേലെ നീ ഞാനും തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നൊരു സീനാണ് നമ്മളിന്ന് കാണുന്നത്. അതിനാൽ വ്യൂവേഴ്സ് ഇനിയും വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.